അവസാനം ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തി. ജപ്പാനിൽ ഇറങ്ങിയ പാടെ ഇതാണ്ട് നമ്മൾ ലഗേജ് അവരെടുത്തേക്കുന്നു. എന്ത് രസത്തിൽ എടുത്തേക്ക് നോക്കിയാൽ എങ്ങനെ സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്യുന്നു. ഇതെല്ലാം നമ്മളെ നാട്ടിലത്തെ എയർപോർട്ടുകാർ കണ്ടു പഠിക്കണം കേട്ടോ. ഇവിടെ ഇറങ്ങിയതിന് ശേഷം റൺവേ നോക്കിക്കോണ്ട് ഞാൻ നടന്ന ഇമിഗ്രേഷനിലേക്ക്. ജാപ്പനീസ് റെസിഡൻറ്റ് കാർഡ് ഉണ്ടായതുകൊണ്ട് എൻ്റെ എമിഗ്രേഷൻ പെട്ടെന്ന് തീർന്ന്, കുറേ ടൈമൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം പുറത്തിറങ്ങി ലഗേജ് എല്ലാം എടുക്കാൻ വെയിറ്റാക്കി. ലഗേജ് എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല ടയർഡ് ഉണ്ടായിന്. പുറത്ത് എൻ്റെ ഫ്രണ്ട് റംഷി വെയിറ്റ് ആക്കുന്നുണ്ട്. അവരെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റംഷി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കുള്ള നടത്തായി. റംഷി കാത്തിക്കുന്നുണ്ട്. ഞാൻ വരുന്നതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് റംഷി. കോട്ട ജാക്കറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മ പിന്നെ ചൂടില്ലെടുത്തുനിന്നിരുന്നോണ്ട് ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നല്ല തണുക്കുന്നുണ്ട്. പിന്നെ നേരെ റൂമിലേക്കുള്ള യാത്ര. അങ്ങനെ കുറച്ച് ടൈം 1-2 മണിക്കൂറിൻ്റെ റൂമിലെത്തിയപ്പോൾ നമ്മൾ റോപ്പെല്ലാം പണി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പാടെ എൻ്റെ പെട്ടിയെല്ലാം പൊട്ടിച്ചാണ്. പെട്ടിയിൽ ഉമ്മ കണ്ടെന്ന ചിപ്സും സാധനങ്ങളെല്ലാം എല്ലാം കൈമാറി 2 കൈയിലും വെച്ചിട്ട് കൊണ്ടുപോയി. എൻ്റെ റൂമിലേക്ക് കുറച്ച് സാധനം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നൗഫൽ എല്ലാവരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. റോപ്പ് കുറേ ലഡുവും ചിപ്സും എല്ലാം എടുത്ത്, എന്നാലും എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ തപ്പുന്ന ഞാനില്ലേ.